എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു കിടിലൻ ചിക്കൻ ഫ്രൈ ആണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവറും അതുപോലെ തന്നെ നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ. പുറമേ ഉള്ള ഒരു കോട്ടിംഗ് ഒന്നും പോകാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ പുറമേ ഒരു കോട്ടിംഗ് ഒന്നും ഇളകി പോകാതെ നല്ല മൊരിഞ്ഞ് ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കന് നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ ഒരു വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊരു 20 അല്ലിയോളം, ചെറിയ അല്ലിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള വെളുത്തുള്ളിയുടെ അല്ലിയാണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ മതി. ഇത് ഞാൻ വെളുത്തുള്ളിയുടെ ഒരു തൊലിയോട് കൂടിയിട്ടാണ് നന്നായിട്ട് കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ചിക്കനിൽ നല്ലൊരു പൊടി പോലെയുള്ള ഒരു മസാല കിട്ടും. കൂടാതെ നമുക്കിതിലേക്ക് ഇതുപോലെ ഈ ഒരു വലിപ്പമുള്ള ചെറിയൊരു 3 കഷ്ണം ഇഞ്ചിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലൊരു 8ഓളം വറ്റൽ മുളകാണ്. കൂടാതെ ഒരു 6-7 ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ ഒരു സ്പെഷ്യൽ ഫ്ലേവർ എന്ന് തന്നെ പറയുന്നത് ഇതുപോലെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഏറെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം ഒരു കൈപ്പിടി കറിവേപ്പില ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഏറെ തന്നെ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും വേണം. അതും ഒരു കൈപ്പിടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഇതുപോലെ പെരിഞ്ജീരകമാണ്. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഒരുപാടങ്ങ് പേസ്റ്റ് പരുവത്തിൽ നമ്മൾ അരച്ചിട്ടെടുക്കൊന്നും വേണ്ട. ഇതുപോലെ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് നമ്മളൊന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു കോട്ടിംഗ് ഒന്നും ഇളകി പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു കോഴിമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ ഒരു എരിവിനനുസരിച്ച് ഇതിലേക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതാകുമ്പോൾ നമ്മുടെ ഒരു ചിക്കൻ ഫ്രൈക്ക് അത്യാവശ്യം നല്ലൊരു കളറും കിട്ടും. നമ്മുടെ ഒരു എരിവിനനുസരിച്ച് വേണം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ നമുക്കിതിലേക്ക് കാശ്മീരി മുളക് പൊടി ആവശ്യമായിട്ട് വരും. അത് നമ്മുടെ ഒരു എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടതൊരു 4-4.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ്. അപ്പോൾ ഒരു 4.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഫുൾ നാരങ്ങയുടെ നീര് മുഴുവനും പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഒരു നാരങ്ങ നീരും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ആ ഒരു മസാല എല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ഇത് നമ്മളൊരു 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഓവർനൈറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഓവർനൈറ്റ് ഒക്കെ വെച്ച് നമ്മൾ രാവിലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇരട്ടി ടേസ്റ്റ് കിട്ടും. നമ്മൾ അത്രയും സമയമൊക്കെ ഈ ഒരു ചിക്കൻ ഇതുപോലെ മസാല പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഓവർനൈറ്റ് ആണ് വെക്കുന്നതെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത് ഏകദേശം ഒരു 2-3 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ. ഇതുപോലെ ഒരു പാനിൽ അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിൽ നല്ല ചൂടായിട്ട് കിടക്കുകയാണ്. അത്യാവശ്യം നല്ല ചൂടായിട്ട് കിടക്കുന്ന ഓയിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇട്ട് കൊടുത്താൽ ആ ഒരു കോട്ടിംഗ് ഒന്നും പോകാതെ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. കാരണം ആ ഒരു ചിക്കൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണ്ടേ. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് പതിയെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ചിക്കൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വേകുന്ന രീതിയിൽ ആ ഒരു സമയം കൊടുത്ത് വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇതുപോലെ പുറമേ നന്നായിട്ട് മൊരിഞ്ഞ് എന്നാൽ ഉള്ളിൽ നന്നായിട്ട് നമുക്ക് വെന്തും കിട്ടണം. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് ഈ ഒരു എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്ത ഒരു ചിക്കൻ ഫുള്ള് ഞാൻ ഈ ഒരു എണ്ണയ്ക്കകത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു എണ്ണ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലൊരു കോട്ടിംഗ് ഒന്നും ഒട്ടും തന്നെ വന്നിട്ടില്ല. കറക്റ്റായിട്ട് ആ ഒരു കോട്ടിംഗ് ചിക്കനിൽ തന്നെ പിടിച്ചിരിപ്പുണ്ട്, എണ്ണയിലൊന്നും ആയിട്ടില്ല. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ ഇതും ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഞാൻ എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റുകയാണ്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു കോട്ടിംഗ് ഒന്നും ഒട്ടും തന്നെ എണ്ണയിലൊന്നും ഇളകി പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക്. നമ്മളൊരു കറിവേപ്പില കുറച്ച് ഏറെ തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. ആ ഒരു ഫ്ലേവറും മണമൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെയുള്ള ചിക്കൻ ഫ്രൈ ഒക്കെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് നാരങ്ങാനീര് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കഴിക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരുപാടൊന്നും വേണ്ട. ഇതുപോലെ എല്ലാത്തിൻ്റെ മുകളിൽ കുറച്ചാകുന്ന രീതിയിൽ നമ്മളൊന്ന് കുറച്ചൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചിക്കൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ചിക്കൻ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. അപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.